ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലോയുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ആൻഡ് മാറ്റേഴ്സ് ഇൻസിഡൻ്റൽ Thereto എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ടു ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ്. A company is a separate legal entity with perpetual succession for a lawful purpose. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കമ്പനി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം പാർട്ട്നേഴ്സ് ഓർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സും അതുപോലെ കമ്പനിയും രണ്ടായിരിക്കും. കാരണം കമ്പനിക്ക് വേണ്ടി സ്യൂ ചെയ്യാം, അതുപോലെ തന്നെ കമ്പനിക്കെതിരെയും നമുക്ക് നടപടി സ്വീകരിക്കാം, അതുപോലെ തന്നെ കമ്പനി മറ്റൊരാൾക്കെതിരെയും നടപടികൾ സ്വീകരിക്കാം. അങ്ങനെ നമുക്ക് കോർട്ടിലൊക്കെ നമുക്ക് കേസ് കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പാർട്ട്ണർഷിപ്പിലൊക്കെ എന്ന് പറയുന്ന പോലെ അവിടെ ചിലപ്പം അവരുടെ ലൈബിലിറ്റി അല്ലെങ്കിൽ അവരെന്തെങ്കിലും ലൈബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത്? ആ പാർട്ട്നേഴ്സിനെതിരെയായിരിക്കും കേസ് കൊടുക്കുന്നത്. പക്ഷേ കമ്പനിയുടെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ പാർട്ട്നേഴ്സിനെ അല്ല, മീൻസ് അവിടുത്തെ മെമ്പേഴ്സിനെ അല്ല, മറിച്ച് എന്തുവാണ്, കമ്പനിക്കെതിരെയാണ്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഒരു ലീഗലുള്ള ഇപ്പോൾ സെപ്പറേറ്റ് നമ്മുടെ ഈ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സൊക്കെ നമ്മൾ പഠിക്കുന്നിടത്ത് നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ്സ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് കമ്പനി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് വിത്ത് പെർപ്പച്വൽ സക്സഷൻ. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇതിൻ്റെ ഇപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാം ഡൈ ചെയ്താലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് ആരൊക്കെ മാറിയെന്ന് പറഞ്ഞാലും കമ്പനിയുടെ എക്സിസ്റ്റൻസിന് മാറ്റമൊന്നും വരത്തില്ല. ഇതെന്താ പറയുന്നില്ല, ടിൽ ഇറ്റ്സ് വൈൻഡ് അപ്പ്, അത് വൈൻഡ് അപ്പ് സ്റ്റേജ് വരെ എന്താ പറയുക, ഇത് മുന്നോട്ട് തന്നെ പോകും. അതാണ് അതൊരു പെർപ്പച്വൽ സക്സഷനാണ്. പിന്നെ എന്തിനു വേണ്ടിയുള്ള കമ്പനി ആയിരിക്കണം? ഫോർ ലാഫുൾ പർപ്പസ്, നിയമപരമായിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്പനി ആയിരിക്കും. സോ അതാണ് ഈ കമ്പനിയുടെ ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് കൺസെപ്റ്റ് ഈസ് ഈക്വലി സിഗ്നിഫിക്കൻറ്റ് ഇൻ എക്കണോമിക് ടേംസ് ആസ് ഇൻവെൻഷൻ ഓഫ് സ്റ്റേം എഞ്ചിൻ ഫോർ ദി ഇൻഡസ്ട്രിയൽ. നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലെ ഒരു സ്റ്റേം എഞ്ചിൻ പോലെയാണ് നമ്മുടെ ഈ ഡെവലപ്മെൻറ്റിന് എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സോ അത്രയേ ഉള്ളൂ. പേഴ്സൺ ഹൂ ഇനിഷ്യേറ്റ് പ്രൊമോഷൻ ഓഫ് എ കമ്പനി ആർ നോൺ ആസ് പ്രൊമോട്ടേഴ്സ്. അപ്പം ആരാണോ പ്രൊമോഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന പേഴ്സൺസ് അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കമ്പനിയുടെ പ്രൊമോഷനോട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കാം. ഓൾ പേഴ്സൺ ഹൂ ടേക്ക് സ്റ്റെപ്സ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. അപ്പം നമ്മുടെ കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടി ആരാണോ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റെപ്സ് എടുക്കുന്നത് അവരെയാണ് നമ്മൾ ഈ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നിരിക്കുന്നത് ദോസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യാൻ ആരൊക്കെയാണോ അസോസിയേറ്റ് ചെയ്യുന്നത് അവരെയോ, അല്ലെങ്കിൽ ഇൻ ഡ്രോയിങ് അപ്പ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആൾക്കാരോ, അതുപോലെ തന്നെ അസിസ്റ്റിംഗ് ഇൻ ഇറ്റ്സ് രജിസ്ട്രേഷൻ, ഇതിൻ്റെ ഈ കമ്പനിയുടെ രജിസ്ട്രേഷനിൽ അസിസ്റ്റ് ചെയ്യുക, ഇവരെല്ലാം എന്തെന്ന് വിളിക്കാം? നമുക്ക് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കാം. ഈ കമ്പനീസ് ആക്ട് 2013 തന്നെ പറയുന്നുണ്ട്, ഡിഫൈൻസ് ദ ടൈം പ്രൊമോട്ടർ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 69. സെക്ഷൻ 2 സബ്സെക്ഷൻ 69 പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് കമ്പനീസ് ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മീൻസ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ എന്തുവാണെങ്കിലും ഹു ഹാസ് ബീൻ നെയ്മഡ് ആസ് സച്ച് ഇൻ എ പ്രോസ്പെക്ടസിനകത്ത് പേരുള്ളത്, അതുപോലെ ഓർ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ കമ്പനി ഇൻ ദ ആനുവൽ റിട്ടേൺ. അപ്പോൾ ആനുവൽ റിട്ടേൺ സമയത്ത് എന്താ പറയുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നതോ ഇതൊക്കെ സെക്ഷൻ 92 പറയുന്നത് അവരെ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കാം. ഹു ഹാസ് കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി, അതായത് കമ്പനിയുടെ ഈ ഓവർ ദ അഫയേഴ്സ്, അതായത് കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നതിനെ ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അവരെയോ, അത് ഡയറക്റ്റ്ലി ആകാം ഇൻഡയറക്റ്റ്ലി ആകാം. വെദർ ആസ് എ ഷെയർ ഹോൾഡർ, ഡയറക്ടർ ഓർ അതർവൈസ്, അത് ഷെയർ ഹോൾഡർ ആവാം, അല്ലെങ്കിൽ ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ വേറൊരാളായിരിക്കും. കമ്പനിയുടെ അഫയേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണോ അവരെ എന്തെന്ന് വിളിക്കാം? പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ഹൂസ് അഡ്വൈസ്, directions or instruction the board of directors of the company is accustomed to act. അതായത് നമ്മുടെ ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നവരെയും എന്തോ പറയുന്നത്, അതായത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നവരെ എന്തെന്ന് വിളിക്കാം? അവരെയും നമുക്ക് പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കാം.
എന്ന അതിനകത്തൊരു എക്സംഷൻ പറയുന്നുണ്ട്. ഹവോവർ എ പേഴ്സൺ ഹൂ ഈസ് ആക്ടിങ് മിയർലി ഇൻ എ പ്രൊഫഷണൽ കപ്പാസിറ്റി ഷാൾ നോട്ട് ബി റിഗാർഡ് ആസ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ കപ്പാസിറ്റി ഉള്ള ആളുകൾ, മനസ്സിലാവുന്നുണ്ടോ? സോ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, അവരെ നമ്മൾ ഒരിക്കലും എന്തല്ല പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കത്തില്ല. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊളിസിറ്റേഴ്സ്, ബാങ്കർ, അക്കൗണ്ടൻറ്റ്, അവരെന്ന് പറയുന്നത് എന്താണ്, അവരുടെ പ്രൊഫഷണൽ കപ്പാസിറ്റി വെച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് അവരെ എന്തോന്ന് വിളിക്കത്തില്ല, അവരെ പ്രൊമോട്ടേഴ്സ് എന്ന് വിളിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത്രയാണ് പ്രൊമോട്ടേഴ്സ് എന്ന ഭാഗത്ത് നമ്മൾ കണ്ടത്. അടുത്തെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി, അത് സെക്ഷൻ 3 ആണ്. ഓക്കെ, അപ്പം നമ്മൾ സെക്ഷൻ 1ഉം 2ഉം ഒക്കെ നമ്മൾ നേരത്തെ പ്രിലിമിനറി സ്റ്റേജിൽ പഠിച്ചു. ഇപ്പം നമ്മൾ സെക്ഷൻ 3 ആണ് പഠിക്കുന്നത്, ഫോർമേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ഫോർമേഷൻ വഴി കമ്പനി രണ്ടായിട്ട് തിരിക്കാം. പ്രൈവറ്റ് ഇൻക്ലൂഡിങ് 1 പേഴ്സൺ കമ്പനി, അതുപോലെ പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് ഉണ്ട്. അതുപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്കും ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ വിത്ത് ക്യാപിറ്റലുണ്ട്, വിത്തൗട്ട് ക്യാപിറ്റലുണ്ട്. അൺലിമിറ്റഡിലും അതുപോലെ തന്നെ വിത്ത് ക്യാപ്പിലും വിത്തൗട്ട് ക്യാപിറ്റലും സെയിം തന്നെയാണ് പബ്ലിക് കമ്പനി. ഇതെന്താണ് നമുക്ക് വിശദമായിട്ട് നമുക്ക് താഴോട്ട് പഠിക്കാം. As you can observe in above chart that companies could be with limited liability by shares or guarantee or with unlimited liability. അപ്പം നമുക്ക് മേളത്തെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളതുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്യാരണ്ടിയുടെ കാര്യത്തിലായാലും ഷെയർസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അൺലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളത് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. സോ അത് വീണ്ടും പറയുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നോട്ട് പറഞ്ഞിരിക്കുന്നത് ഫോർ ഗവൺമെൻറ് കമ്പനീസ് സഫിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓർ ലിമിറ്റഡ് നോട്ട് റിക്വയർഡ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കമ്പനികൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സഫിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിനോട് ചേർന്നിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് എന്നത് വേണ്ട, അത് വേണ്ടാത്ത കാര്യമാണ്. സോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ്, പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് വരും. പക്ഷേ ഗവൺമെൻറ് കമ്പനീസിന് അതിൻ്റെ ആവശ്യമില്ല. ഇത് ഒന്നുമില്ല. സെക്ഷൻ 3 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഡീൽസ് വിത്ത് ബേസിക് റിക്വയർമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ സെക്ഷൻ 3 എന്ന് പറയുന്ന കമ്പനീസ് ആക്ട് 2013 ഡീൽ ചെയ്യുന്നത് ഈ കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി വിത്തൗട്ട് ലിമിറ്റഡ് ലൈബിലിറ്റി, അതായത് ഈ പബ്ലിക് കമ്പനിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ അത് വിത്ത് ലിമിറ്റഡ് ആയാലും വിത്തൗട്ട് ലിമിറ്റഡ് ലൈബിലിറ്റി ആണെങ്കിലും എനി 7 or more പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 7 പേരുണ്ടായിരിക്കണം. for a company for any lawful purpose by subscribing their name to the memorandum and complain with the requirement of this act in respect of registration. അപ്പം ഇത് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 7 അതിലധികമോ ആൾക്കാർ മിനിമം ഷെയർ ഹോൾഡേഴ്സായിട്ടുണ്ടായത് അവരൊരു ലാഫുൾ പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെന്ന് പറയുന്നത് 7 അതിലധികമോ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവരെ എന്തോന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയത്തുള്ളൂ. ആ കമ്പനിയാണ് പബ്ലിക് ലിമിറ്റഡ്. അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് മിനിമം എത്ര പേരുണ്ടായിരിക്കണം? മിനിമം 7 ആൾക്കാരുണ്ട്, മിനിമം 7 പേര് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ രജിസ്ട്രേഷൻ പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കാര്യത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ന് പറയുന്നത് മിനിമം 2 പേരെങ്കിലും വേണം. എന്ന് പറഞ്ഞാൽ 2 അതിലധികമോ ആളുകൾ മിനിമം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രം പ്രൈവറ്റ് കമ്പനി രൂപീകരിക്കാൻ പറ്റത്തുള്ളൂ. 1 പേഴ്സൺ കമ്പനിയുടെ കാര്യം വരുവാണെങ്കിൽ അതിൽ ഒരാൾ മതി. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് വിശദമാക്കാം. However, that 1 person company need to specify the name of one nominee in the memorandum of association. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 person കമ്പനിയുടെ കാര്യത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒരു നോമിനിയും കൂടെ, ഇപ്പോൾ ഒരാളാണ് അവിടുത്തെ മെമ്പറെങ്കിലും ഒരു നോമിനിയും കൂടെ നിർബന്ധമായിട്ടും വേണം. അതായത് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്പേഴ്സിൻ്റെ വല്ല ഡെത്തോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്റ്റോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ നോമിനി എന്തോ ചെയ്യും? ദ നോമിനി കുഡ് ബി ചേഞ്ച്ഡ് ആസ് പെർ ദ പ്രോസസ് ആൻഡ് ദിസ് വിൽ നോട്ട് അട്രാക്ട് പ്രോസസ് ഫോർ ആൾട്രേഷൻ ഓഫ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ ഈ നോമിനി എന്തോ ചെയ്യാം? നമ്മുടെ ഈ മെമ്പേഴ്സിൻ്റെ സ്ഥാനത്ത് നിന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇനി ഫോർമേഷൻ ഓഫ് കമ്പനി പറയുന്നത് എ കമ്പനി മേ ബി ഫോംഡ് ഫോർ എനി ലാഫുൾ പർപ്പസ് ബൈ 7 or more person where the company to be formed is to be
ലിമിറ്റഡ് കമ്പനി. അപ്പോൾ എന്ന് പറഞ്ഞാൽ 7 അതിലധികമോ ആൾക്കാർ ഫോം ചെയ്യുന്നതാണ് പബ്ലിക് കമ്പനി. അതുപോലെ 2 or more persons, മിനിമം 2 or more person ഉണ്ടായിരിക്കണം ഏതിന്, പ്രൈവറ്റ് കമ്പനിയുടെ ഫോം ആണെങ്കിൽ. അതുപോലെ 1 person വേർ ദ കമ്പനി ടു ബി ഫോംഡ് 1 person കമ്പനി, ദാറ്റ് ഈസ് എ പ്രൈവറ്റ് കമ്പനി. അപ്പം 1 person കമ്പനിയും പ്രൈവറ്റ് കമ്പനിയാണ്, പക്ഷേ അതിനകത്ത് എത്ര മതി, മിനിമം ഒരാൾ മതി, ഒറ്റ ഒരാൾക്ക് മാത്രം ഫോം ചെയ്താൽ മതി. ഓക്കെ, അയാൾ മാത്രമാണ്, മിനിമം ഒരാളെന്നല്ല, ഒരാൾ മാത്രമേ, അതാണ് 1 person കമ്പനി. അതുപോലെ 2 അതിലധികം ആളുകളാണെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനിയായിട്ട് മാറും. 7 അതിലധികം ആണെങ്കിൽ അത് പബ്ലിക് കമ്പനിയാണ്. ഇത്രയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പബ്ലിക് കമ്പനി 7 or more persons, പ്രൈവറ്റ് കമ്പനി 2 or more person, 1 company 1 person. The memorandum of 1 person company shall indicate the name of other person. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 person കമ്പനിയിൽ അതിൻ്റെ മെമ്മോറാണ്ടത്തിൽ എന്ന് പറയുന്നത് ഒരാളെയും കൂടെ അതിൻ്റെ നെയിം ഉണ്ടായിരിക്കും. ആ പേരെന്ന് പറഞ്ഞാൽ നോമിനി ആയിരിക്കും. വിത്ത് ഹിസ് പ്രയർ റിട്ടൺ കൺസെൻറ്റ് ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ഫോം. അത് ആരുടെ പ്രയർ കൺസെൻറ്റ് ഉണ്ടാവണം, ഈ നോമിനിയുടെ പ്രയർ കൺസെൻറ്റ് ഒരു റിട്ടൺ ഫോമിൽ ഉണ്ടായിരിക്കണം. ഹൂ ഷാൾ ഇൻ ദ സബ്സ്ക്രൈബർ ഡെത്ത് ഓർ ഹിസ് incapacity to contract become the member of the company, and the written consent of such a person shall also be filed with the registrar at the time of incorporation of 1 person company along with its memorandum articles. അതായത് നമ്മൾ ഈ 1 person കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാറിന് മുന്നിൽ ഈ മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസിൻ്റെ കൂടെ തന്നെ ആളുടെ ഈ നോമിനിയുടെ റിട്ടൺ കൺസെൻറ്റും കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ റിട്ടൺ കൺസെൻറ്റ് ഉണ്ടാകുന്ന നോമിനി ഈ പറയുന്ന 1 person കമ്പനിയിൽ ആ ഉള്ള മെമ്പറിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്റ്റിലോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നോമിനി എന്തോ ചെയ്യും, മെമ്പറായിട്ട് മാറും. അപ്പം ഇതെന്ന് പറയുന്നത് ആളുടെ റിട്ടൺ കൺസെൻറ്റ് നിശ്ചയമായിട്ടുണ്ടായിരിക്കണം. അത് എന്ത് രജിസ്ട്രാർക്ക് ഈ അതായത് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഫയൽ ചെയ്തിരിക്കുകയും വേണം. However, such other person may withdraw his consent in such a manner as may be prescribed. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ആൾക്ക്, അത് നോമിനുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ കൺസെൻറ്റ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അതുപോലെ the member of 1 person company may at any time change the name of nominee by giving notice in such a manner as may be prescribed. ഈ 1 person കമ്പനിക്ക്, അതായത് 1 person കമ്പനിയുടെ മെമ്പർക്ക് ഏത് സമയം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ നോമിനിയുടെ പേരെന്തെന്ന് പറയാം, അതിനകത്തുനിന്ന് മാറ്റാം. അതായത് പറഞ്ഞാൽ അതിലൊരു നോട്ടീസ് കൊടുത്തുകൊണ്ട് എന്താ പറയുന്ന നോമിനിയെ മാറ്റാൻ പറ്റും. അപ്പോൾ ഈ നോമിനിക്കും സ്വമേധയായിട്ട് ഇതിനകത്തുനിന്ന് വിട്ടുപോകാം. അതുപോലെ തന്നെ അതിലുള്ള മെമ്പർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നോമിനി ഏത് സമയം വേണമെങ്കിലും മാറ്റാനും പറ്റും. It shall be the duty of the member of 1 person company to intimate the company the change, if any, the name of other person nominated by him by indicating in the memorandum or otherwise within such a time and in such a manner as may be prescribed, and the company shall intimate the registrar any such change within such a time and in such a manner as may be prescribed. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 person കമ്പനിയിലെ മെമ്പറിൻ്റെ ഡ്യൂട്ടിയാണ് ഇതെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നോമിനിയെ മാറ്റുന്നതിലോ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ലെറ്ററിലോടുകൂടി രജിസ്ട്രാറിനെ എന്തെന്ന് പറയുന്നത് അത് അതായത് ഈ മെമ്പർ എന്തെന്ന് പറയുന്നത് ആളെന്തെന്ന് പറയുന്നത് കമ്പനി ഇൻഫോം ചെയ്ത് കമ്പനിയാണ് രജിസ്ട്രാർക്ക് എന്തെന്ന് പറയുന്നത് ഈ ചേഞ്ചസിനുള്ള ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് മെമ്പർ എന്തോ ചെയ്യുന്നു, കമ്പനിയെ 1 person കമ്പനിയെ ഈ റിക്വസ്റ്റ് കൊടുക്കുന്നു, അത് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ കൊടുക്കുന്നു ഈ ചേഞ്ചസിന് വേണ്ടിയിട്ട്. കമ്പനി എന്തോ ചെയ്യുന്നു, ഇത് രജിസ്ട്രാർക്ക് എന്തെന്ന് പറയുന്നത് ഇത് പാസ് ചെയ്യുന്നു. അങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. However, any such change in name of a person shall not deemed to be an alteration of the memorandum. അങ്ങനെയുള്ള എന്തെങ്കിലും ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മോറാണ്ടം അൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എ കമ്പനി ഫോം അണ്ടർ സെക്ഷൻ 1 മേ ബി എയ്തർ എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, ആൻഡ് അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്. നമ്മൾ കണ്ടതാണ്. മെമ്പേഴ്സ് സെവറലി ലൈബിൾ ഇൻ സർട്ടൻ കേസ്. സെവറലി ലൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ലൈബിൾ. എന്നാൽ ചില കേസുകളിൽ മെമ്പേഴ്സും ഇൻഡിവിജ്വലി ലൈബിൾ ആവും. നമ്മൾ പറഞ്ഞു കമ്പനി ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ മെമ്പേഴ്സ് അല്ലാതെ കമ്പനിയാണ് അതിനകത്ത് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ചില കേസുകളിൽ മെമ്പേഴ്സും ലൈബിൾ ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്ഷൻ 3A പറഞ്ഞിരിക്കുന്നത്, ഇഫ് അറ്റ് എനി ടൈം ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഈസ് റെഡ്യൂസ്ഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പബ്ലിക് കമ്പനിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 7 പേര് വേണം. അതുപോലെ തന്നെ പ്രൈവറ്റ് ആണെങ്കിൽ മിനിമം 2 പേര് വേണം. 1 person ആണെങ്കിൽ ഒരാൾ വേണം. സോ 1 personൻ്റെ കാര്യം വിടാം.
അപ്പോൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലും ഈ കമ്പനിയിലെ മെമ്പേഴ്സിനെ റെഡ്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ മിനിമം മെമ്പേഴ്സിനേക്കാളും കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി ബിലോ 7, അതായത് പബ്ലിക് കമ്പനിയുടെ കാര്യത്തിൽ മിനിമം 7 പേരാണ്, 7 പേരിൽ കുറഞ്ഞാലോ, അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ 2 പേരാണ്, 2 പേരിൽ കുറയുകയാണെങ്കിൽ, ആൻഡ് ദ കമ്പനി ക്യാരീസ് ഓൺ ബിസിനസ് ഫോർ മോർ ദാൻ 6 months എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഈ 7 പേരിലോ അല്ലെങ്കിൽ പ്രൈവറ്റിൻ്റെ കീഴിലാണെങ്കിൽ 2 പേരിലോ കുറഞ്ഞ് നമ്പേഴ്സിലാക്കിയിട്ട് മെമ്പറായിട്ട് ഈ കമ്പനി അതിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് 6 months 6 മാസത്തിന് അധികമായിട്ട് തുടർന്നു കൊണ്ടുപോയാൽ, അതായത് ഈ റെഡ്യൂസ് മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് തുറന്നു പോയാൽ ദെൻ എന്തുമായിരിക്കും? ദെൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എവറി പേഴ്സൺ ഹൂ ഈസ് എ മെമ്പർ ഓഫ് ദ കമ്പനി ഡ്യൂറിങ് ദ ടൈം ദാറ്റ് ഇറ്റ് ഇസ് ക്യാരീസ് ഓൺ ബിസിനസ് ആഫ്റ്റർ ദോസ് 6 months and is cognizant means aware of the fact and that it is carrying on business with less than 7 members or 2 members as the case may be എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എവറി പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഹൂ ഈസ് എ മെമ്പർ ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് കമ്പനിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ 7 പേരിൽ കുറഞ്ഞുകൊണ്ട് അവർ 6 മാസത്തിലധികമായിട്ട് അവരുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോവുകയും അതിലെ മെമ്പേഴ്സിന് ഇത് അറിയാമായിരുന്നിട്ടും അവരൊന്നും ചെയ്തില്ല, അവർ മെമ്പേഴ്സിനെ കൂട്ടിയില്ലെന്ന് വെച്ചോ. അങ്ങനെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ എവറി പേഴ്സൺ ആർ ഇൻഡിവിജ്വലി ലൈബിൾ. അവരെന്തായിരിക്കും? ഇൻഡിവിജ്വലി ലൈബിൾ ആയിരിക്കും. അതിന് ആ 6 മാസത്തിനുള്ളിലുള്ള എന്താ പറയുന്നത്, അത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എന്താ പറയുന്നത്, ഈ എല്ലാ പേഴ്സണും എന്തോ ചെയ്യുന്നു, അവരും ഇതിനകത്ത് ലൈബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ ഷാൾ ബി സെവറലി ലൈബിൾ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദ ഹോൾ ഡെപ്റ്റ് ഓഫ് ദ കമ്പനി. അതായത് സെവറലി ലൈബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ലൈബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഹോൾ ഡെപ്റ്റ് ഓഫ് ദ കമ്പനി കണ്ടോ, അങ്ങനെ അത് പറയുന്നത്. ഈ ഹോൾ ഡെപ്റ്റ് ഓഫ് ദ, അതായത് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഡെപ്റ്റ്സിനും ഓരോരുത്തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി എന്നല്ല, ഓരോ ആളും ആ മൊത്തം ഡെപ്റ്റ്സിനും പിന്നെ ലൈബിൾ ആയിരിക്കും. അത് വേണമെങ്കിൽ അവർ തമ്മിൽ ഡിവൈഡ് ചെയ്തോ എങ്ങനെ വേണോ എടുക്കാം. പക്ഷേ നിയമം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളും ലൈബിൾ ആയിരിക്കും ഇതിന്, ആ മൊത്തം ഡെപ്റ്റ്സിനും ഓരോരുത്തരും ഇൻഡിവിജ്വലി ലൈബിൾ ആയിരിക്കും. എങ്ങനെ? കോൺട്രാക്റ്റ് ഡ്യൂറിങ് ദ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ 6 months, അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ റെഡ്യൂസ് ചെയ്ത മെമ്പർ കഴിഞ്ഞിട്ടുള്ള 6 മാസം വരെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഓരോ കോൺട്രാക്റ്റിനും ഇവർ ലൈബിളായിരിക്കും, ഒരു സമാധാനം പറയേണ്ടി വരും. അവർ മേ ബി സെവറലി സ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെന്ന് പറയുന്നത്, അവർ ഇൻഡിവിജ്വലി ഇത് കഴിഞ്ഞിട്ടും ചെയ്യുന്ന ഓരോന്നിനും എന്തോ ചെയ്യുന്നു, ഇവർ ഇൻഡിവിജ്വലി ലൈബിൾ ആയിരിക്കും. അതാണ് പറയുന്നത്. അപ്പം ആ സമയത്ത് എന്താ പറയുന്നത്, ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ മാറും. ഓരോ പേഴ്സൺസും അവർ ഇൻഡിവിജ്വലി ലൈബിൾ ആയിരിക്കും എന്നാണ് അത് പറയുന്നത്. അതുപോലെ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി സെക്ഷൻ 7 അതിൽ പറയുന്നത്, സെക്ഷൻ 7 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പ്രൊവൈഡ്സ് എ പ്രൊസീജിയർ ടു ബി ഫോളോഡ് ഫോർ ഇൻകോർപ്പറേഷൻ കമ്പനി. അപ്പം ഇൻകോർപ്പറേഷൻ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സുകളാണ് സെക്ഷൻ 7 പറയുന്നത്. അപ്പോൾ സ്റ്റെപ്സ് ഫോർ ഇൻകോർപ്പറേഷൻ ഏതൊക്കെയാണെന്ന് പറയാം. റിസർവേഷൻ ഓഫ് നെയിം ബൈ ഫയലിംഗ് ഈ ആപ്ലിക്കേഷൻ. ഇപ്പോൾ എല്ലാം ഈ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെയിം, നമ്മുടെ കമ്പനിക്ക് ഒരു പേരിട്ടിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പേരിലുള്ള പലർക്കും കാണും. പക്ഷേ കമ്പനിയുടെ കേസിൽ വരുമ്പോഴത്തേന് കമ്പനിയുടെ പേരെന്ന് പറയുന്നതിന് യുണീക്ക് നേച്ചർ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ അതുപോലൊരു പേര് വേറൊരു കമ്പനിക്ക് ഉണ്ടാകാൻ പാടില്ല. സോ അതുകൊണ്ട് കമ്പനിയുടെ പേരെന്ത് ചെയ്യണം? റിസർവ് ചെയ്യുന്നതിന് നമ്മളെന്തോ പറയും, നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യണം. ഇതിപ്പം എല്ലാം കൂടെ ഒരൊറ്റ ഫയൽ ചെയ്താൽ മതി, അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അതിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് എന്തുവാണെന്നുണ്ട്, സിംപ്ലിഫൈയിങ് പെർഫോമ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് കമ്പനി ഇലക്ട്രോണിക്കലി, അതായത് സ്പൈസ്
എന്നാണ് അതിന് പറയുന്നത്. അതായത് സിംപ്ലിഫൈഡ് പ്രൊഫോമ ഫോർ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ഇലക്ട്രോണിക് മോഡാണ്. അത് വളരെ സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഹാസ് ടേക്കൺ വേരിയസ് ഇനിഷ്യേറ്റീവ് ഫോർ ഈസ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ഈ ഇൻകോർപ്പറേഷനൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നേരത്തെ ഉണ്ടായിരുന്നു. സോ അത് ഈസി ആക്കാൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഉണ്ടാക്കിയതിൻ്റെ ഫലമാണ് ഈ ഒരു സ്പൈസ് എന്ന് പറയുന്ന സാധനം. അതായത് ഇൻ സ്റ്റെപ്പ് ടുവേർഡ്സ് ഈസി സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ്, MCA ഹാസ് സിംപ്ലിഫൈഡ് ദ പ്രോസസ് ഓഫ് ഫയലിംഗ് for forms for incorporating company through simplified proforma for incorporate company electronically. അപ്പോൾ അതായത് ഒരു ഫോമിൽ തന്നെ എല്ലാ കാര്യങ്ങളോട് ചെയ്തുകൊണ്ട് വളരെ സിംപ്ലിഫൈ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ ചെയ്യാം നമുക്ക് പറയുന്നതാണ്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് സൈനിങ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതായത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് സൈൻ ചെയ്യുകയും ആൻഡ് സബ്മിഷൻ ടു ദി ROC. അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ എന്താ പറയുന്നത് അതാണ് ROC. MO എന്ന് പറയുന്നത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, AO എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ സോ ROCയിൽ അതെന്തോ ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യണം. ദീസ് ഡോക്യുമെൻറ്റ്സ് ഹാവ് ടു ബി ഫയൽഡ് ആൻഡ് സ്റ്റാമ്പ്ഡ്. അതായത് നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അതുപോലെ സ്റ്റാമ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഫയൽ ചെയ്യുകയും ചെയ്യണം. കൺസെൻറ്റ് ഓഫ് പേഴ്സൺസ് നോമിനേറ്റഡ് ആസ് എ ഡയറക്ടർ ടു ആക്ട് ആസ് എ ഡയറക്ടർ ടു ബി സബ്മിറ്റഡ് ഇലക്ട്രോണിക്കലി. അതുപോലെ തന്നെ ഡയറക്ടേഴ്സായിട്ട് നോമിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നവരോ അവരുടെ എന്തെന്ന് പറയുന്നത് കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. അതും ഇലക്ട്രോണിക്കലി സബ്മിറ്റ് ചെയ്യണം. സബ്മിഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഓഫ് കംപ്ലയിൻസ് ആൻഡ് അതർ ഡിക്ലറേഷൻ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ അതുപോലെ തന്നെ ഡിക്ലറേഷൻസും എന്തുള്ളൂ ഇതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യണം. പേ ഫീസ് ആൻഡ് എമൗണ്ട് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇലക്ട്രോണിക്കലി. അതുപോലെ തന്നെ ഇതിനൊരു നിശ്ചിതമായ ഫീസ് ഉണ്ട്, സോ അതും അടയ്ക്കണം. ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ് ഫോർ ഇൻകോർപ്പറേഷൻ ഡിജിറ്റലി സൈൻഡ് ബൈ ROC. സോ ROCയിൽ നിന്ന് ഡിജിറ്റലി സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടും. സോ അത് എടുക്കുക. ഫയൽ ഡിക്ലറേഷൻ അബൌട്ട് അഡ്രസ് ഓഫ് രജിസ്ട്രേഡ് ഓഫീസ്. അപ്പോൾ രജിസ്ട്രേഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് എന്താ പറയുന്നത് ഒരു ഡിക്ലറേഷൻ. ഇതാണ് രജിസ്ട്രേഡ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ എന്തോ ചെയ്യുക, അതും ഫയൽ ചെയ്യുക. സോ ഇത്രയാണ് ഒരു ഇൻകോർപ്പറേഷന് വേണ്ടുന്ന ബേസിക് സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. New requirement of submitting declaration that all subscribers have paid the value of shares agreed to be taken by him and verification of registered office has been filed. The requirement is need to be completed with before the commencement of business. അപ്പോൾ പുതിയ റിക്വയർമെൻറ്റ് ഈ ഡിക്ലറേഷൻ ഒക്കെ എടുക്കുമ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സും അവരുടെ പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർസ് മീൻസ് അവരെടുക്കുന്ന പെയ്ഡ് അപ്പ് വാല്യൂ ഷെയർസും അതുപോലെ തന്നെ ഈ വെരിഫിക്കേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസും ഇതെന്ത് ചെയ്യണം ഇവിടെ നമ്മുടെ ROCയിൽ ഫയൽ ചെയ്യണം. ഇതായത് നമ്മുടെ ഈ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിത് ഫയൽ ചെയ്തിരിക്കണം. ഫയലിംഗ് ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ വിത്ത് ദ രജിസ്ട്രാർ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് രജിസ്ട്രാർ അടുത്ത് ഫയൽ ചെയ്യേണ്ടതെന്ന്. ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി ഫോളോവിങ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ആർ റിക്വയർഡ് ടു ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ within whose jurisdiction and the registered office of the company is proposed to be situated. അപ്പം നമ്മുടെ കമ്പനി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ജുറിഡിസ്ട്രിക്ഷനുള്ള നമ്മുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസുള്ള ആ ജുറിഡിസ്ട്രിക്ഷനുള്ള ROCയിൽ എന്തോ ചെയ്യണം, രജിസ്ട്രാറിൽ നമ്മൾ എന്തോ ചെയ്യണം, ഇത് ഫയൽ ചെയ്യണം. എന്തൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി ഡ്യൂലി സൈൻഡ് ബൈ ഓൾ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാണ്ടം. അതായത് മെമ്മോറാണ്ടത്തിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്ത മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എന്ത് ചെയ്യണം, രജിസ്ട്രാർ എടുത്ത് ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ എ ഡിക്ലറേഷൻ ബൈ പേഴ്സൺ ഹൂ ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. അതായത് ആരാണോ കമ്പനിക്ക് ഫോർമേഷൻ നമ്മുടെ കമ്പനിയുടെ ഫോർമേഷൻ എൻഗേജ് ആയിരിക്കുന്ന വ്യക്തികളുടെ ഡിക്ലറേഷൻ വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്, ഇവരൊക്കെയാണ് ചിലപ്പോൾ എൻഗേജ് ചെയ്യുന്ന അവരുടെ ഡിക്ലറേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ആൻഡ് ബൈ എ പേഴ്സൺ നെയ്മഡ് ഇൻ ദ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾസിൽ ആരുടെ പേരാണ്, ഡയറക്ടർ, മാനേജർ ഓർ സെക്രട്ടറി ഓഫ് ദ കമ്പനി, അവരുടെ എന്താ പറയുന്നത് ഡിക്ലറേഷനും വേണം. അതുപോലെ തന്നെ that all requirements of this act and the rules made there under in respect of registration and matters പ്രസിഡൻറ്റ് ഓർ ഇൻസിഡൻറ്റ് thereto have been complied with. അപ്പോൾ ഇതുപോലെ തന്നെ ആരൊക്കെയാണ് നമ്മുടെ ഈ കമ്പനിയുടെ ഫോർമേഷൻ എൻഗേജ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഡിക്ലറേഷനും അതുപോലെ തന്നെ ആർട്ടിക്കിൾസിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജർ, സെക്രട്ടറി, ഇതാരാണോ അതിനകത്ത് നമ്മൾ ആർട്ടിക്കിൾസ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയും ഡിക്ലറേഷൻ എന്തോ പറയുന്നത് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് രീതിയിൽ തന്നെ എന്തോ ചെയ്യുന്നു, അതേ നമ്മുടെ കമ്പനീസ് ആക്ട് പറയുന്ന റൂൾ പ്രകാരം എന്തോ ചെയ്യുന്നു, ഇത് ഫയൽ ചെയ്തിരിക്കണം.
അതുപോലെ ഡിക്ലറേഷൻ ഫോം ഈച്ച് ഓഫ് ദ സബ്സ്ക്രൈബർ ടു ദ മെമ്മോറാണ്ട ആൻഡ് ഫ്രം പേഴ്സൺ നെയിം ആസ് ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഇഫ് എനി ആർട്ടിക്കിൾ സ്റ്റേറ്റ് ദാറ്റ്. അതുപോലെ തന്നെ മെമ്മോറാണ്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന ഈച്ച് ഓഫ് ദ സബ്സ്ക്രൈബറും അവരുടെ ഡിക്ലറേഷൻ ആവശ്യമാണ്. അതിനകത്ത് എന്താ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? ഹി ഈസ് നോട്ട് കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊമോഷൻ, ഫോർമേഷൻ ഓർ മാനേജ്മെൻറ്റ് ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഫോർമേഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ സംബന്ധിച്ചിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒഫൻസിൽ ഉൾപ്പെടാത്ത ആളായിരിക്കണം. അങ്ങനെ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അവർ സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ ഹി ഹാസ് നോട്ട് ബി ഫൗണ്ട് ഗിൽറ്റി ഓഫ് എനി ഫ്രോഡ് ഓർ മിസ്ഫിയറൻസ് ഓഫ് എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ടു എനി കമ്പനി അണ്ടർ ദിസ് ആക്ട് ഓർ പ്രീവിയസ് കമ്പനീസിലോ ഡ്യൂറിങ് ദ ലാസ്റ്റ് 5 ഇയേഴ്സ്. അതായത് ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഈ കമ്പനിയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് കമ്പനിയിലോ ആയി രൂപീകൃതമായ ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രോഡോ അല്ലെങ്കിൽ മിസ്ഫിയസൻസോ ഒന്നും, അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യുന്നോ അങ്ങനെ തരത്തിലുള്ള ഒന്നിലും ഏർപ്പെട്ട ഒരു കുറ്റക്കാരന് ആകരുത്. അതുപോലെ തന്നെ ആൻഡ് ദാറ്റ് ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി കണ്ടെയ്ൻ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആൻഡ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് നോളജ് ആൻഡ് ബിലീഫ്. അപ്പം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഫയൽ ചെയ്തിട്ട് അതിനകത്ത് ഈ ഇൻഫർമേഷൻ കൂടെ, അതായത് ഈ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോളജിൽ ബിലീഫിലും എന്താ പറയുന്നത് എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഡിക്ലറേഷൻ എന്താ ചെയ്യുന്നത്? ഈ ഡിക്ലറേഷനിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്. അതുപോലെ ദ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് സ്റ്റിൽ ഈസ് രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്. അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് അഡ്രസ്സ്. ഓക്കെ. അതുപോലെ the particulars names include surnames or family names, residential address, nationality of every subscriber to the memorandum along with the proof identity, and in case of subscriber being body corporate such particulars as may prescribed. അതായത് ഇത് മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ അവരുടെ സബ്സ്ക്രൈബറുടെ അവരുടെ പേര്, അതുപോലെ സർനെയിം, ഫാമിലി നെയിംസ്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, നാഷണാലിറ്റി, അതുപോലെ അവരുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അതിപ്പോൾ ആധാർ ആവാം, പാസ്പോർട്ട് ആകാൻ തന്നെയായാലും അതിൻ്റെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, ഇതെല്ലാം ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? അവിടെ ഫുൾഫിൽ ചെയ്തിരിക്കണം. ദ പർട്ടിക്കുലേഴ്സ് നെയിംസ് ഇൻക്ലൂഡ് സർനെയിം, ഫാമിലി നെയിം, ദ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ DIN, അതായത് ഡയറക്ടർ ആകുമ്പോഴത്തേനും അവർക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാകും. അതുപോലെ അവരുടെ നാഷണാലിറ്റി, the person mentioned in the article as the first director, such other particulars including proof of identity as may be prescribed. അപ്പോൾ ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്ടർക്ക് ഒരു നമ്പർ കിട്ടും, DIN നമ്പർ കിട്ടും. സോ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. അവരുടെ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൂഫും അതെല്ലാം കാര്യങ്ങളും ഉണ്ടായിരിക്കണം. The particulars of the interest of the person mentioned in the article as the first directors of the company in other firms or body corporate along with their consent to act as a director of the company in such a form and may prescribed. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ അവരുടെ ഈ ഡയറക്ടറായിട്ട് കമ്പനി ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസെൻറ്റ് ടു ആക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ അതിനുള്ള ഫോംസും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് എന്താ ചെയ്യണം? ഇവിടെ രജിസ്ട്രാർക്ക് മുമ്പിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഈ രജിസ്ട്രാറുടെ മുന്നിൽ സമർപ്പിക്കേണ്ടുള്ള ഡോക്യുമെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓൺ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ രജിസ്ട്രാർ ഓൺ ദ ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, അതായത് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ബേസിസിൽ അതുപോലെ ഇൻഫർമേഷൻ ഫയൽ ചെയ്തതിൻ്റെ ബേസിസിൽ ഷാൾ രജിസ്റ്റർ ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ദ രജിസ്റ്റർ ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചിട്ട് രജിസ്ട്രാർ എന്ത് ചെയ്തു? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ടു ദ എഫക്ട് ദാറ്റ് പ്രപ്പോസ്ഡ് കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ എന്തോ ചെയ്തു? അദ്ദേഹം ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ആക്ട് പ്രകാരം എന്താ പറയുന്നത് ഈ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അലോട്ട്മെൻറ്റ് ഓർ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ SIN. അപ്പം ഇതിനൊരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറും അതുപോലെ തന്നെ അലോട്ട് ചെയ്യും. ഓൺ ആൻഡ് ഫ്രം ദ ഡേറ്റ് മെൻഷൻ ടു ദ സർട്ടിഫിക്കറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ ദ രജിസ്ട്രാർ ഷാൽ അലോട്ട് ടു ദ കമ്പനി എ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പർ. അപ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്യും? കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറും കൂടെ അലോട്ട് ചെയ്യും.
വിച്ച് ഷാൾ ബി ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി ഫോർ ദ കമ്പനി ആൻഡ് വിച്ച് ഷാൾ ബി ഇൻക്ലൂഡഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ്. അതെന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ്, കമ്പനി എന്താ പറയുന്നത്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി അതായത് മറ്റുള്ള കമ്പനികളിൽ നിന്ന് ഒരു ഐഡൻറ്റിറ്റി കിട്ടത്തില്ലേ. സോ അതാണ് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ആ നമ്പർ എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അപ്പം ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും, അതുപോലെ തന്നെ സിൻ നമ്പർ, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നമ്പറും രജിസ്റ്റർ അലോട്ട് ചെയ്യും. അടുത്ത പിന്നെ പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് കോപ്പീസ് ഓഫ് ആൾ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ ദ കമ്പനി ഷാൾ മെയിൻറ്റെയിൻ ദ പ്രിസർവ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് കോപ്പീസ് ഓഫ് ആൾ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ ആസ് ഒറിജിനൽ ഫൈൽഡ് ടിൽ ഈസ് ഡിസൊല്യൂഷൻ അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഡിസൊല്യൂഷൻ ആകുന്നിടം വരെ ഈ കമ്പനി അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൽ ഈ ഒറിജിനലി ഫയൽ ചെയ്ത ഡോക്യുമെൻ്റ് എല്ലാം എന്തോ ചെയ്തിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. ഫർണിഷിംഗ് ഓഫ് ഫാൾസ് ഓർ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ഓർ സപ്രഷൻ ഓഫ് മെറ്റീരിയൽ ഫാക്ട് അറ്റ് ദ ടൈം ഓഫ് ഇൻകോർപ്പറേഷൻ. അതായത് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഫാൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും മെറ്റീരിയൽ ഫാക്ട് സപ്രസ് ചെയ്യാൻ നമ്മളത് ഒളിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്, ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകോർപ്പറേഷൻ സമയത്ത് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഇഫ് എനി പേഴ്സൺ ഫർണിഷർ എനി ഫാൾസ് ഓർ ഇൻകറക്റ്റ് പർട്ടിക്കുലേഴ്സ്, അതായത് ആരെങ്കിലും എന്ത് പറയുന്നത് ഫാൾസ് ഓർ അല്ലെങ്കിൽ ഇൻകറക്റ്റ് പർട്ടിക്കുലേഴ്സ് ഫർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിച്ചു വെക്കുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ ചെയ്യുകയാണെങ്കിലോ, വിച്ച് ഹി ഈസ് അവെയർ ഇൻ എനി ഓഫ് ദ ഡോക്യുമെൻറ്റ്സ് ഫയൽഡ് വിത്ത് ദ രജിസ്റ്റർ ഇൻ റിലേഷൻ ദ രജിസ്ട്രേഷൻ ഓഫ് ഹി ഷാൽ ബി ലൈബിൾ ഫോർ ദ ആക്ഷൻ ഓഫ് ഫ്രോഡ് അണ്ടർ സെക്ഷൻ 447. അപ്പോൾ സെക്ഷൻ 447 പ്രകാരം ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പേഴ്സൺ, സബ്മിറ്റ് ചെയ്ത പേഴ്സൺ എന്തെന്ന് പറയുന്നത് ഷാൽ ബി ലൈബിൾ ആയിരിക്കും. ആ പേഴ്സൺ എന്തായിരിക്കും, ലൈബിൾ ആയിരിക്കും ഈ ആക്ഷന്. Company already incorporated by furnishing any false or incorrect information or representation or by suppressing any material fact. അതായത് നമ്മൾ ഇത്തിരി മുന്നേ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് ഇൻകോർപ്പറേഷൻ പ്രോസസ്സിലാണ് ഇതെന്നുണ്ടെങ്കിൽ ആ ഫയൽ ചെയ്ത പേഴ്സൺ എന്തായിരിക്കും, ലൈബിൾ ആണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം പോസ്റ്റ് ഇൻകോർപ്പറേഷൻ, അതായത് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു അതിന് ശേഷമാണ് അറിയുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, വേർ അറ്റ് എനി ടൈം ആഫ്റ്റർ ദി ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഫർണിഷ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസുകളെല്ലാം ഫോൾസ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒളിച്ചു വെക്കുകയോ മറച്ചു വെക്കുകയോ ഒക്കെ ചെയ്ത് ഇൻകറക്റ്റായിട്ടൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തതെന്ന് പിന്നീട് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ദ കമ്പനി ഹാസ് ബീൻ ഗോട്ട് incorporated by furnishing any false or incorrect information or representation or by suppressing any material fact or information any of the documents or declaration filed or made for incorporating such a company or by any fraudulent action, the promoters, the person named as the first director of the company and the person making declaration under this shall be act liable for. അപ്പോൾ ദാണ്ട് ഇവിടെയാണ് പോയിന്റ്സ് വരുന്നത്. അതായത് ഈ പോയിന്റിനകത്ത് ദ പ്രൊമോട്ടേഴ്സ്, ദ പേഴ്സൺ നെയിംഡ് ആസ് ദ, അതായത് ഇതിനകത്ത് പ്രൊമോട്ടേഴ്സ്, അതുപോലെ ദ പേഴ്സൺ നെയിംഡ് ആസ് ദ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് ഡയറക്ടർ നിയോഗിക്കുന്നവരും, അതുപോലെ ഈ ആരൊക്കെയാണോ ഈ ഡിക്ലറേഷൻ, നമ്മൾ ആരൊക്കെയാണ് ഡിക്ലറേഷൻ ചെയ്യേണ്ടുന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. സോ ആ ഡിക്ലറേഷൻ ചെയ്തവരെല്ലാം എന്തോ ചെയ്യുന്നത്, ഈച്ച് ബി ലൈബിൾ ഫോർ ആക്ഷൻ ഫോർ ഫ്രോഡ്. അപ്പോൾ സെക്ഷൻ 447 പ്രകാരം ഇത്രയും പേരും എന്തോ ചെയ്യുന്നു, ലൈബിൾ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എല്ലാവരും പെടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സി എ ആണെങ്കിലോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിയോ ലോയറോ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർ ഡിക്ലറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, ഡയറക്ടർ ഡിക്ലറേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്ത് ബന്ധപ്പെടുന്ന പ്രൊമോട്ടേഴ്സ്, അതുപോലെ മെമ്മോറാണ്ടം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇവരെല്ലാം ഡിക്ലറേഷൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്യും, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ ശേഷമാണ് ഇങ്ങനെയുള്ള ഫ്രോഡുലന്റ് ഇൻഫർമേഷൻ കൊടുത്തിട്ടാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെല്ലാം അണ്ടർ സെക്ഷൻ 447 പ്രകാരം ഫ്രോഡ് എന്ന കാറ്റഗറിയിൽ എന്തോ ഇവരെല്ലാവരും ലയബിൾ ആയിരിക്കും. Order of the tribunal. Where a company has been got incorporated by furnishing false or incorrect information or representation or by suppressing any material fact or information in any of the documents or declaration filed or made for incorporating such a company or by any fraudulent action, the tribunal may on application made to or being satisfied that is situation so warrants. അതായത് ഇനി ഈ ഇങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചോ, ഇനിയിപ്പം ഇതിനകത്ത് ട്രിബ്യൂണലാണ് ഇതിനകത്തുള്ള ആക്ഷൻസ് എടുക്കുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഫോൾസ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഫയൽ ചെയ്തിട്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടൊക്കെ
പിന്നെ ഡോക്യുമെൻറ്റ്സ് രജിസ്ട്രാർക്ക് കൊടുത്തുകൊണ്ട് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് ട്രിബ്യൂണൽ എന്താണ് ആക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. പാസ് സച്ച് ഓർഡേഴ്സ് ആസ് it may think fit for regulation of the management of the company, including changes if any its memorandum articles in public interest or in the interest of the company and its members and creditors. അപ്പോൾ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്ത് ഇതിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റിനെ ബാധിക്കായിരിക്കും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, അതുപോലെ തന്നെ മെമ്പേഴ്സ്, അതുപോലെ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇത് ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യും? ഈ ട്രിബ്യൂണലാണ് ഓർഡേഴ്സ് എന്തോ ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. അപ്പം ആ പാസ് ചെയ്യുന്ന ഓർഡേഴ്സ് എങ്ങനെയൊക്കെ ആവും നോക്കാം. ഡയറക്റ്റ് ദ ലൈബിലിറ്റി ഓഫ് ദ മെമ്പർ ഷാൽ ബി അൺലിമിറ്റഡ്. അത് ചിലപ്പം മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്തോ ചെയ്യും, ഈ ട്രിബ്യൂണൽ എന്തോ ഇത് അൺലിമിറ്റഡ് ആക്കിക്കൊണ്ടായിരിക്കാം അവർ ഉത്തരവിടുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് റിമൂവൽ ഓഫ് ദ നെയിം ഓഫ് ദ കമ്പനി ഫ്രം ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. അപ്പോൾ എന്തോ ചെയ്യും, ഇതിൻ്റെ പേരെന്തോ, കമ്പനിയുടെ നെയിം എന്തോ ചെയ്യും, റിമൂവ് ചെയ്തുകൊണ്ടായിരിക്കാം ഓർഡർ ഇടുന്നത്. അതുപോലെ പാസ് ആൻ ഓർഡർ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടായിരിക്കും ഓർഡർ ഇടുന്നത്. അപ്പം എന്താണോ ഓർഡർ, അനുയോജ്യമായിട്ടുള്ള ഓർഡർ, ആ ഓർഡർ ആയിരിക്കും എന്ന് പറയുന്നത് ട്രിബ്യൂണൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ട്രിബ്യൂണൽ മേ ഓർഡർ വൺ ഓഫ് ദ ഫോളോ. ഇതിനകത്ത് പറയുന്നില്ല ഏതെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ ഓർഡർ ചെയ്യുക. ഒന്നുകിൽ പേര് റിമൂവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യും, അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ നിന്ന് അത് അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിട്ട് മാറ്റും. ഇനി ചിലപ്പം പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ചേഞ്ച് ചെയ്യാനായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെയും പ്രവർത്തിക്കാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ ട്രിബ്യൂണൽ അപ്പം തോന്നുന്നത്, മീൻസ് ഏതാണോ ആ കമ്പനിക്ക് അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് മുൻനിർത്തിക്കൊണ്ട് ഏതാണോ ട്രിബ്യൂണലിന് പ്രാപ്യമെന്ന് തോന്നുന്ന ഓർഡർ അത് എന്തോ ചെയ്യും, പാസ് ചെയ്യും. Provided that before making any order, the company shall be given a reasonable opportunity of being heard in the matter. അപ്പം ഇങ്ങനെ ഒരു ഓർഡർ ട്രിബ്യൂണൽ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെന്തോ ചെയ്യും, കമ്പനിക്ക് അവരുടെ റീസണബിൾ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. സോ കമ്പനിക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട ഉടനടി ഓർഡർ കൊടുക്കുകയല്ല, കമ്പനിയുടെ കാര്യങ്ങളും കൂടെ കേൾക്കും, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറയും. അതുപോലെ the tribunal shall take into consideration the transaction entered into by a company, include the obligation of any contract, payment of any liability. അതുപോലെ തന്നെ ഇതിനകത്ത് കോൺട്രാക്ട് ചെയ്തില്ല അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഓഫ് എനി ലൈബിലിറ്റി, ഇതിനകത്തെല്ലാം എന്തോ ചെയ്യുന്നു, ട്രിബ്യൂണൽ എന്താ പറയുന്നത്, ഒരു കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഉണ്ട് എന്തെന്ന് പറയുന്നത്, ട്രിബ്യൂണൽ എന്തോ ചെയ്യുന്നത്, ഒരു ഓർഡർ പാസ് ചെയ്യത്തുള്ളൂ. അതുപോലെ ഇൻകോർപ്പറേഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി. അടുത്തതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ സ്റ്റെപ്സ് ആണ് പഠിച്ചത്. അടുത്തെന്ന് പറയുന്നത് ഒരു വൺ പേഴ്സൺ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ്. സോ വൺ പേഴ്സൺ കമ്പനി നമ്മൾ ഓൾറെഡി കണ്ടുവന്നു. വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് ഒരു വൺ മെമ്പർ കമ്പനിയാണ്. അതുപോലെ തന്നെ അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അതുപോലെ ഇതെന്തിനു വേണ്ടിയാണ്, എൻകറേജ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് കോർപ്പറേറ്റൈസേഷൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രണർഷിപ്പ് അതിനെ കോർപ്പറേറ്റ്ഷിപ്പ് ആക്കാൻ വേണ്ടിയുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ അത് കുറച്ച് എക്സംഷൻസ് ഉണ്ട്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ പോലും വൺ പേഴ്സൺ കമ്പനി ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ സർട്ടൻ എക്സംഷൻസ് ഉണ്ട്. അതുപോലെ ഇതും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ വൺ പേഴ്സൺ കമ്പനിയുടെ നിയമം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോ വിത്ത് റെസ്പെക്റ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് OPC, അത് വൺ പേഴ്സൺ കമ്പനിയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമങ്ങളാണെന്ന് നോക്കാം. ഒന്നാമത്തെ, the memorandum of OPC shall indicate the name of the other person nominee who shall in the event of subscriber death or in his incapacity to contract become the member of the company. അപ്പോൾ ഒന്നാമതെന്ന് പറയുന്നത് ഈ OPCക്ക് എന്ന് പറയുന്നത് ഒരു ആളെ എന്ന് പറയുന്നത് നോമിനി ആയിട്ട് തിരഞ്ഞെടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബർ ആൾക്ക് ഡെത്ത് ആവുകയോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നോമിനി എന്തെന്ന് പറയുന്നത് കമ്പനിയുടെ മെമ്പറായിട്ട് മാറുകയും ചെയ്യും. സോ അങ്ങനെ നോമിനി എന്തായാലും ഉണ്ടായിരിക്കണം. The other person, means nominee, whose name is given in the memorandum shall give his prior written consent in prescribed form, and the same shall be filed with the Register of Companies at the time of incorporation, along with its memorandum of association and articles of association. രണ്ടാമത് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോമിനി എന്ന് പറയുന്ന ആളുടെ റിട്ടൺ കൺസെൻറ്റ് എന്ന് പറയുന്നത്, പ്രയർ റിട്ടൺ കൺസെൻറ്റ് എന്ന് പറയുന്നത്, ഈ കൺസെൻറ്റ് രജിസ്ട്രാർക്ക് മുമ്പിൽ ഫയൽ ചെയ്യണം. എന്തിനൂടെ, മെമ്മോറാണ്ടം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഈ നോമിനിയുടെ പ്രയർ റിട്ടൺ കൺസെൻറ്റും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഇൻകോർപ്പറേഷൻ ചെയ്യാൻ. ഇൻകോർപ്പറേഷൻ്റെ സമയത്ത് എന്താ പറയുന്നത്, രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യണം.
ഇനി സച്ച് അതർ പേഴ്സൺ നോമിനി മേ ബി ഗിവൺ ഹിസ് റൈറ്റ് ടു വിഡ്രോ ഹിസ് കൺസെൻറ്റ്. അതുപോലെ മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഈ നോമിനിക്ക് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതുപോലെ ദ മെമ്പർ ഓഫ് ഒ പി സി മേ അറ്റ് എനി ടൈം ചേഞ്ച് ദ നെയിം ഓഫ് സച്ച് അതർ പേഴ്സൺ ബൈ ഗിവിംഗ് നോട്ടീസ് ടു ദ കമ്പനി ആൻഡ് ദ കമ്പനി ഷാൾ ഇൻറ്റിമേറ്റ് ദ സെയിം ടു ദ രജിസ്റ്റർ. അപ്പം ഈ നോമിനിക്ക് ആളുടെ കൺസെൻറ്റ് വിഡ്രോ ചെയ്യുന്നത് പറയുന്നത് പോലെ തന്നെ ഈ ഒ പി സിയുടെ മെമ്പർക്കും എന്തെന്ന് പറയാം, ഈ നോമിനിയെ റിമൂവ് ചെയ്യാം. എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ പി സിയുടെ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പേര് മാറ്റണം, അതായത് നോമിനിയെ മാറ്റി വേറെ ആളെ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിക്ക് നമ്മുടെ ഒ പി സി 1% കമ്പനിക്ക് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ഈ കമ്പനി എന്തോ ചെയ്യും, ഈ സെയിം എന്തോ ചെയ്യും രജിസ്ട്രാർക്ക് ഇൻറ്റിമേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം മെമ്പർ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കുന്ന ആളുടെ പേര് ചേഞ്ച് ചെയ്യുന്നതിന് കമ്പനി എന്തോ ചെയ്യും, അത് സെയിം എന്തോ ചെയ്യും രജിസ്ട്രാറെ അറിയിക്കുകയും ചെയ്യും. സോ അങ്ങനെയാണ് അതിനകത്ത് ചേഞ്ച് ചെയ്യുന്നത്. എനി സച്ച് ചേഞ്ച് ഇൻ ദ നെയിം ഓഫ് ദ പേഴ്സൺ ഷാൾ നോട്ട് ബി ഡീംഡ് ടു ബി ആൻ ആൾട്രേഷൻ ഓഫ് ദ മെമ്മോറാണ്ടം. അപ്പം മെമ്മോറാണ്ടം ആൾട്ടർ ചെയ്യുന്നതിന് ഈ പിന്നെ പേഴ്സൻ്റെ നെയിം മാറുന്നത് എന്താ പറയുന്നത്, മെമ്മോറാണ്ടം ആൾട്ടർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഓൺലി എ നാച്ചുറൽ പേഴ്സൺ ഹൂ ഈസ് ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അപ്പം ഷാൾ ബി എലിജിബിൾ ഫോർ ഇൻകോർപ്പറേറ്റ് 1% കമ്പനി. അപ്പോൾ അതായത് നാച്ചുറൽ പേഴ്സൺ, അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ റെസിഡൻറ്റ് ഇന്ത്യ ആൾക്ക് മാത്രമേ എന്തുള്ളൂ ഒരു 1% കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ ഷാൾ ബി എ നോമിനി ഫോർ ദ സോൾ മെമ്പർ ഓഫ് 1% കമ്പനി. 1% കമ്പനിയുടെ നോമിനി ആയിട്ട് മാറാനും ഈ പറയുന്ന ആൾക്കാർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അല്ലെങ്കിൽ റെസിഡൻറ്റ് ഇന്ത്യ ആയിരിക്കണം, നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് റൂൾ ദ ടേം റെസിഡൻറ്റ് ഇൻ ഇന്ത്യ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 182 days ഡ്യൂറിങ് ദി ഇമ്മീഡിയറ്റ് പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇമ്മീഡിയറ്റ് പ്രിസീഡിങ്ങിലുള്ള ഈ ഫിനാൻഷ്യൽ ഇയറിൽ അദ്ദേഹം ഇന്ത്യയിൽ 182 ദിവസത്തിൽ കുറയാതെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് റെസിഡൻറ്റ് ഇന്ത്യ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ടാക്സേഷനൊക്കെ പഠിച്ച പോലെ. പക്ഷേ ഇവിടെ ഇടയ്ക്ക് അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് 122 days ആണെന്ന് പറയുന്നുണ്ട്. സോ 122 days പറഞ്ഞിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും 120 days എന്ന് പറഞ്ഞ് അമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ വെൻ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ, അത് ആപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ നമ്മൾ എടുക്കുവാണ്. അപ്പം ഇപ്പം നിലവിൽ ഇതിനകത്ത് 182 ദിവസം എന്ന് പറയുന്നുണ്ട്, അപ്പം 122 ദിവസമെന്നും പറയുന്നുണ്ട്. സോ അതിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ദിവസത്തിൽ കുറയാതെ ഇന്ത്യയിൽ താമസിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അവരെ റെസിഡൻ്റ് എന്നായിരിക്കും, അവർക്ക് മാത്രമേ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതുപോലെ എ നാച്ചുറൽ പേഴ്സൺ ഷാൾ നോട്ട് ബി എ മെമ്പർ ഓഫ് മോർ ദാൻ 1% കമ്പനി അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആൻഡ് ദ സെഡ് പേഴ്സൺ ഷാൾ നോട്ട് ബി നോമിനി ഓഫ് മോർ ദാൻ 1 OPC. അതായത് ഒരു നാച്ചുറൽ പേഴ്സണായിട്ട് ഒന്നിൽ കൂടുതൽ OPCയിൽ മെമ്പർ ആകാനും പറ്റത്തില്ല, അതുപോലെ നോമിനി ആകാനും സാധിക്കത്തില്ല. Where a natural person being a member of OPC becomes member in another such company by virtue of his being nominee in that OPC, person shall meet eligibility criteria within a period of 182 days. അതായത് ഇപ്പം ഒരു പേഴ്സണ് OPC യുടെ മെമ്പർ അയാൾക്ക് വേറൊരു OPC യുടെ നോമിനി ആകാൻ പറ്റും. അത് ഒന്നിൽ കൂടുതലാവാൻ പറ്റത്തില്ല, ഒരു നോമിനി ആകാൻ പറ്റും. അപ്പോൾ എന്തോ ചെയ്യുക, അപ്പോൾ ഈ രണ്ടാമത്തെ കമ്പനി എന്ന് പറയുന്ന ആൾ ബൈ വിർച്യൂ ഓഫ് ബീങ് നോമിനി, അപ്പോൾ അത് ആ രണ്ടാമത് പറയുന്ന കമ്പനിയുടെ മെമ്പർ ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഡെത്തോ ആവുകയോ സംഭവിക്കുകയാണെങ്കിൽ ഇയാൾ ഓട്ടോമാറ്റിക്കലി എന്തുമായിരിക്കും, മെമ്പറായി. അപ്പോൾ 2 പേഴ്സൺ ഒരേ സമയം, അപ്പം 182 ദിവസത്തിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അദ്ദേഹത്തിന് അതിനകത്ത് എന്താ പറയുക ഒരു തീരുമാനമെടുക്കണം, ഏത് എന്നുള്ളതിനകത്തുനിന്ന് ഒരു തീരുമാനമെടുക്കാൻ 182 ദിവസം വരെ സമയം ഉണ്ടായിരിക്കും. No minor shall become a member of or nominee of the OPC or can hold shares with beneficial interest. അതായത് മൈനർക്ക് ഒരിക്കലും എന്താ പറയുന്നില്ല, OPC യുടെ മെമ്പറോ അല്ലെങ്കിൽ നോമിനിയോ ആവാൻ പറ്റത്തില്ല. Such company cannot be incorporated or converted into company under section 8 of the act. ഈ അണ്ടർ സെക്ഷൻ 8 ഓഫ് ദി ആക്ടിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി, അതായത് OPC കമ്പനി എന്ന് പറയുന്നത് കനോട്ട് ബി ഇൻകോർപ്പറേറ്റഡ് ഓർ കൺവേർട്ട് ഇൻടു കമ്പനി അണ്ടർ സെക്ഷൻ 8 ഓഫ് ദി ആക്ട്. അതായത് ഈ സെക്ഷൻ 8 പറയുന്ന കമ്പനിയായിട്ട് ഇതൊന്നും സെക്ഷൻ 8 പറയുന്ന, അതായത് സെക്ഷൻ 8 ഒരു കുറച്ച് കമ്പനികളുണ്ട്, സെക്ഷൻ 8 പറയുന്ന സെക്ഷൻ 8 കമ്പനീസ് ഉണ്ട്. സോ ആ കമ്പനിയായിട്ട് ഇത് എന്തോ ചെയ്യുക, കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ ഈ OPCക്ക് പറ്റത്തില്ല.
സെക്ഷൻ 8 എന്ന് പറയുന്നതിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ അത് പ്രോഫിറ്റ് മോട്ടീവ് അല്ലാത്ത കമ്പനികളെ ഈ സെക്ഷൻ 8 എന്ന് പറയുന്നത്. സോ ആ കമ്പനിയായിട്ട് ഇത് OPC ഇൻകോർപ്പറേറ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിലോട്ട് കൺവേർട്ട് ചെയ്യാനോ ഇതിന് പറ്റത്തില്ല. ദോ ഇറ്റ് മേ ബി കൺവേർട്ട് ടു പ്രൈവറ്റ് ഓർ പബ്ലിക് കമ്പനി ഇൻ സർട്ടൻ കേസ്. എന്നാൽ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആയിട്ട് വേണമെങ്കിൽ ഈ OPCക്ക് കൺവേർട്ട് ആവാം എന്ന ചില കേസുകളിൽ. This procedure conversion is given in the rules 6 and 7 of chapter 2. ഇപ്പോൾ ചാപ്റ്റർ 2ൽ 6 and 7 റൂൾസിൽ ഇത് പറയുന്നുണ്ട്. സോ അത് നമുക്കത് വീണ്ടും നോക്കാം. Such a company cannot be carried out non-banking financial investment activities. ഒരു NBFC അതുപോലെ ലൈസൻസ് ഒന്നും ഇതിന് കിട്ടത്തില്ല. അപ്പോൾ ഈ കമ്പനി എന്ന് പറയുന്നത് ഒരിക്കലും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്, അതുപോലെ ഇൻക്ലൂഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസ് ഓഫ് എനിബഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ് അങ്ങനെയുള്ള ഇതൊന്നും എന്തോ പറയത്തില്ല, ഈ OPCക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ OPC cannot convert voluntary into any kind of company unless 2 years have expired from the date of its information. OPC എന്ന് പറയുന്നത് വോളണ്ടറി ആയിട്ട് ഒരിക്കലും എന്താ പറയുന്നത്, അതായത് 2 വർഷത്തിന് അകത്ത് വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് മിനിമം 2 വർഷം എക്സ്പയർഡ് ഉണ്ടാകും. അതായത് OPC നിന്ന് 2 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് കൺവേർഷൻ ആകാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ എന്തോ ചെയ്യാം, OPC 2 വർഷത്തിന് ഉള്ളിൽ എന്തോ പറ്റത്തില്ല, OPCക്ക് വേറെ കമ്പനിയായിട്ട് കൺവേർഷൻ ചെയ്യാൻ സാധിക്കില്ല. എക്സെപ്റ്റ് വേർ ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ്ഡ് ബിയോണ്ട് 50 lakhs rupees. അതായത് ഇനി ഇതിനകത്ത് പറയുന്നുണ്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 lakhsന്, അതായത് 50 ലക്ഷത്തിന് മുകളിലാവുകയോ അല്ലെങ്കിൽ ആവറേജ് ടേൺ ഓവർ എന്ന് പറയുന്നത് 2 കോടിക്ക് മേളിലാവുകയോ. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50 lakhsന് 50 ലക്ഷത്തിന് മുകളിലോ അല്ലെങ്കിൽ ആവറേജ് ടേൺ ഓവർ 2 കോടിക്ക് മേളിലോ ആ റെലവൻറ്റ് പീരീഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇത് എക്സെപ്ഷണൽ കേസാണ്. എന്തോ ചെയ്യാം, ഇത് കമ്പനിയായിട്ട് കൺവേർഷൻ ചെയ്യാം. ഇതിന് ബിയോണ്ട് ആവുകയാണെങ്കിൽ വോളണ്ടറി എന്തോ ചെയ്യാം, ഈ OPCക്ക് എന്തോ ചെയ്യാം, വേറെ കമ്പനിയായിട്ട് കൺവേർഷൻ ആവാം. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു. രാജേഷ് ഹാസ് ഫോംഡ് എ 1% കമ്പനി വിത്ത് ഹിസ് വൈഫ് രൂപാലി ആസ് നോമിനി. For the last 2 years, his wife Rupali is suffering from a terminal illness, and due to his hard fall, he wants to change her as a nominee. He has a trusted and experienced friend Ramnivas, who could be made nominee, or is Rajesh's son Rakshak, who is 17 years of age. In the instant case, Rajesh can appoint his friend Ramnivas as nominee in his OPC and not Rakshak, because Rakshak is a minor. ശരിയാ. അപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പറയുന്നത് രാജേഷ് എന്ന് പറഞ്ഞ 1% കമ്പനി ഫോം ചെയ്തു. അയാളുടെ വൈഫ് എന്ന് പറയുന്നത് രൂപാലി ആയിരുന്നു നോമിനി. പക്ഷേ രൂപാലിക്ക് എന്താ പറയുക, ഒരു ടെർമിനൽ ഇൽനെസ് സഫർ ചെയ്യുന്നതുകൊണ്ട് എന്തോ ചെയ്തു, ഇദ്ദേഹം എന്തോ ചെയ്തു, ആ നോമിനിയുടെ പേര് മാറ്റാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ രാജേഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് രാംനിവാസിനെയാണ് അദ്ദേഹം നോമിനിയായിട്ട് വെച്ചത്. കാരണം രാജേഷിൻ്റെ സണ്ണ് രക്ഷകനെ വെക്കാൻ പറ്റത്തില്ല, കാരണം അദ്ദേഹത്തിന് 17 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം മൈനർക്ക് ഒരിക്കലും OPCയിലെ മെമ്പറോ അല്ലെങ്കിൽ നോമിനിയാകാൻ പാടില്ല എന്നുള്ള തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷകനെ എടുക്കാൻ പറ്റാതെ രാംനിവാസിനെ എന്തോ ചെയ്തു, രാജേഷ് നോമിനിയായിട്ട് വെച്ചത്. അതുപോലെ എക്സാമ്പിൾ 2, Abha formed a 1% company on 15th October 2020 with her husband Akhil as a nominee, and rupees 10 lakh as authorized and paid up share capital. In the month April 2018, she got in touch with a foreigner and is expecting to receive a substantial export order by May 2018, whose final delivery must be completed by December 2018. She is contemplating to convert her OPC into a private limited company before she received the export order May 2020. In the case, Abha cannot voluntarily convert OPC into a private limited company before expiry of 2 years from 15/10/2017, that is up to 14th October 2000. ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ എന്ന് പറയുന്ന ഒരു 1% കമ്പനി ഫോം ചെയ്തു അഖിൽ നോമിനിയായിട്ട്. അപ്പം ഇവർക്ക് ഒരു ഓർഡർ കിട്ടി. അപ്പം പെട്ടെന്ന് എന്തോ ചെയ്യണം, പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവേർഷൻ ചെയ്യണമെന്ന് ഇത്. പക്ഷേ വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിയമം പറയുന്നത് 2 വർഷം കഴിയാതെ വോളണ്ടറി ആയിട്ട് OPCക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേറെ ഏതൊരു കമ്പനിയായിട്ട് പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ്
പ്രൈവറ്റായിട്ട് കൺവേർഷൻ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ബേസിക്കലി ഇതിനുള്ളത്. ഫോർമേഷൻ ഓഫ് കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്റ്റീവ് സെക്ഷൻ 8 എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം. സോ ഇതുവരെ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. താങ്ക് യു.